ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ദോശയാണ് കേട്ടോ. ഇഡ്ഡലിയും ദോശയും സാമ്പാറും ചട്നിയും. എന്നൊക്കെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോഴും എനിക്കെൻ്റെ അമ്മേനെയാണ് കേട്ടോ ആദ്യം ഓർമ്മ വരിക. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഞായറാഴ്ച ദിവസം മാത്രമാണ് വീട്ടിൽ എന്തെങ്കിലും പലഹാരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുള്ളൂ. ഞാനൊക്കെ ഞായറാഴ്ച ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട് കേട്ടോ. രാവിലെ ഈ പലഹാരം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ. ഈ വല്ലപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളോടല്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടം കൂടുതലുണ്ടാവുക. അമ്മ ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉള്ളത് ആട്ടുകല്ലിൽ അരയ്ക്കാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ ശനിയാഴ്ച രാത്രി അമ്മ ഇത് അരച്ച് വെക്കണത് നോക്കിയിട്ടിരിക്കും കേട്ടോ ഞാനൊക്കെ. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. അമ്മ അവിടെ ഇങ്ങനെ ബാക്കിൽ പാദ്യം പുറത്തിരുന്ന് ആട്ടുകല്ലിലിരുന്ന് ആട്ടുന്നുണ്ടാവും. ഞങ്ങൾ കുറേ കുട്ടികളൊക്കെ അടുത്തുള്ളവരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പുറത്ത് കളിക്കുന്നുണ്ടാവും. ആ ഒരു സമയമൊക്കെ ഇപ്പോഴും ഓർമ്മ വരാണ് കേട്ടോ. അങ്ങനെ രാവിലെ അമ്മ നേരത്തെ എഴുന്നേൽക്കുമല്ലോ, ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മ എന്തായാലും എണീറ്റിട്ടുണ്ടാവും. പൊതുവേ ശനിയും ഞായറൊക്കെ നമ്മൾ കുട്ടികൾ നേരം വൈകിട്ടാണ് എണീക്കുക അല്ലേ. എന്നാലും ഞാൻ ഞായറാഴ്ച ദിവസം ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കണ ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കും. എന്നിട്ട് അമ്മ അടുപ്പത്ത് ഇത് ഉണ്ടാക്കണം നോക്കിയിട്ട് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അമ്മ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ തരും കേട്ടോ. അതായത് ഉള്ളി തൊലി കളയുക, പിന്നെ തേങ്ങ ചിരവി കൊടുക്കുക, ചട്നിക്കൊക്കെ ഉള്ളത്. അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അമ്മ ആദ്യം ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 7 പേരാണ് ആ സമയത്തെ. അച്ഛമ്മയും അമ്മായിയും അച്ഛനും അമ്മയും പിന്നെ എനിക്ക് 2 ചേച്ചിമാരാണ്. അപ്പോൾ 7 പേരുണ്ട്. അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അതായത് ഒറ്റ ട്രിപ്പിൽ അത്യാവശ്യം എണ്ണ കിട്ടും. പക്ഷേ എനിക്ക് അച്ഛമ്മയ്ക്കും ദോശയാണ് കൂടുതലിഷ്ടം. അപ്പം ഞാൻ അമ്മോടെ എപ്പോഴും പറയും, മാവ് കുറച്ച് മാറ്റി വെച്ചോ, എനിക്കും അച്ഛമ്മയ്ക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന്. അച്ഛമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടോ. പക്ഷെ എന്നാലും ഈ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ മനസ്സിലിങ്ങനെ. നിങ്ങളുടെ ലൈഫിലിങ്ങനെ ഓരോ ഫുഡ് കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഓർമ്മ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.